ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു ഈസോ ടോക്സ്. എല്ലാവർക്കും ഈസോ ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് റെസിപ്പി ആയിട്ടല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ 10ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് നാളെ. ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തു പോയി വന്നതേ ഉള്ളൂ. അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യലായിട്ടൊരു കേക്ക് ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മോളും ഇക്കായൊക്കെ ഉറങ്ങാനായിട്ട് പോവാണ്. ഞാൻ ജസ്റ്റ് ആ ഒരു കേക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ച് കിടക്കാം. ഐസിക്കൊക്കെ രാവിലെയാണ്. അപ്പോൾ അങ്ങനെ വിചാരിക്കുവാണ്. ചെറിയൊരു വ്ളോഗായി ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഡീറ്റെയിൽഡ് റെസിപ്പിയൊക്കെ എനിക്ക് എടുക്കാൻ കഴിയുമോയെന്ന് അറിയില്ല. എന്തായാലും എൻ്റെ ചെറിയ സന്തോഷങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. എല്ലാവരും കാണുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ ഇനി നമുക്ക് കേക്ക് പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ കേക്ക് മിക്സ് യൂസ് ചെയ്താണ് കേക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ ബർത്ത്ഡേ കേക്ക് എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മിക്കവാറും കേക്ക് മിക്സ് ആയിരിക്കില്ല യൂസ് ചെയ്യുന്നത്. ബാറ്റർ അല്ലാണ്ട് തന്നെ നമ്മൾ മാവ് വെച്ച് പൊടിച്ച പഞ്ചസാരയൊക്കെ ചേർത്ത് തയ്യാറാക്കുകയാണ് പതിവ്. ഞാനിവിടെ ഒരു ഓറഞ്ച് മിക്സ് ആണ് വാങ്ങിയിട്ടുള്ളത് കേക്കിൻ്റെ. അപ്പോൾ അത് വെച്ച് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്ന കേക്ക് മിക്സിൽ ഇതുപോലെ മിക്സായി നമ്മൾ വാങ്ങുന്ന സമയത്ത് ഫുൾ ഇൻസ്ട്രക്ഷൻസ് അവർ ഈ കവറിൻ്റെ പുറകുവശത്തായിട്ട് തന്നിരിക്കും. അപ്പോൾ അത് നോക്കിയാണ് ഞാനിവിടെ ചെയ്യുന്നത്. എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചേർക്കുന്നത് മുട്ടയും അതുപോലെ തണുത്ത വെള്ളവുമാണ് ചേർക്കുന്നത്. അപ്പോൾ ഓൾറെഡി റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയും വെള്ളവുമാണ് ചേർക്കേണ്ടത്. അപ്പോൾ അത് ഞാൻ നേരത്തെ തന്നെ എടുത്തു വെച്ചു. എന്നിട്ട് കുറേശ്ശെയായിട്ട് ബീറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തു. ജസ്റ്റ് കേക്ക് മിക്സിൻ്റെ ആ ഫ്ലോർ തട്ടിയിടുക, മുട്ടയും വെള്ളവും ആവശ്യാനുസരണം അതിൽ പറഞ്ഞിരിക്കുന്ന അളവിന് വെള്ളവും ഓയിലും ചേർക്കുക. ശേഷം ബീറ്റ് ചെയ്യുക, മോൾഡിലൊഴിക്കുക. അത്ര പണി മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ അത്രയും ചെയ്ത് വെച്ച് ജസ്റ്റ് 180 ഡിഗ്രിയിൽ 45 മിനിറ്റോളം ഞാൻ ബേക്ക് ചെയ്തു. അപ്പോൾ കുറച്ച് ഞാനെടുത്ത മോൾഡ് കുറച്ച് ചെറുതാണെന്ന് തോന്നിയപ്പോൾ കുറച്ച് മാത്രം എടുത്ത് ഞാൻ കപ്പ് കേക്കിൻ്റെ മോൾഡിലേക്ക് ആക്കി. അപ്പോൾ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ആ മുകൾ ഭാഗം കുറച്ചൊന്ന് വിട്ടുപോയിട്ടുണ്ട്. കപ്പ് കേക്കിൽ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി വെച്ച് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു. അപ്പോൾ രാത്രി ബേക്ക് ചെയ്ത് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് ഞാൻ കേക്ക് കട്ട് ചെയ്ത് ആ ഒരു ലെവലിലൊക്കെ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഈ പൊട്ടിയ ഭാഗമൊക്കെ ഉള്ളിൽ പോകുന്നുണ്ട്. ഐസിങ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്ത് അതിലേക്ക് ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീം 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഒരു ക്രം കോട്ട് കൊടുത്തു. ശേഷം ഇതിലേക്ക് വേണ്ട ചോക്ലേറ്റ് ഗനാഷയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബട്ടറും വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റൂടെ ചേർത്ത് ഡബിൾ ബോയിൽ മെത്തേഡാണ് ചെയ്തത്. ഇത് ഓറഞ്ച് കളറ് ചേർത്ത് വിപ്പിംഗ് ക്രീം മാത്രമേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ഓറഞ്ച് ചോക്ലേറ്റ് ഇല്ലായിരുന്നു. ശേഷം ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ട മന്തി റെഡിയാക്കുവാണ്. 1 കിലോ ചിക്കൻ ഞാനിവിടെ ഒന്നിൽ കൂടുതലുണ്ടാവും. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി സ്കിന്നോട് കൂടി ഇങ്ങനെ 2 പീസായിട്ട് വെച്ചു. ശേഷം ഈ ഒരു മിക്സ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. ഈ ഒരു മിക്സ് ഇതുപോലെ തന്നെ തയ്യാറാക്കുക. ഇത് നമ്മൾ നന്നായിട്ട് ബ്രഷ് ചെയ്ത് ചിക്കനിൽ ഫുള്ള് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്കിന്നിൻ്റെ ഉള്ളിലേക്കൊക്കെ ബ്രഷ് ചെയ്യണം. എത്രയും നന്നായാൽ അത്രയും നല്ലതാണ്. മാരിനേഷൻ അത്രയും പെർഫെക്റ്റ് ആക്കാൻ ട്രൈ ചെയ്യുക. ശേഷം ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഫുഡ് കളറും അതുപോലെ ചിക്കൻ ക്യൂബ്സും അവോയ്ഡ് ചെയ്യുക. ഞാനിവിടെ എടുത്തിട്ടില്ല. ക്യൂബ്സ് എടുക്കുന്നവരുണ്ടെങ്കിൽ 2 എടുക്കുക. ശേഷം റൈസ് നമ്മൾ ഒരു 10 മിനിറ്റ് മാത്രം കുതിർക്കാൻ ഇടുക. കാരണം ഓവറായിട്ട് അത് കുതിർന്ന് പോവുകയാണെങ്കിൽ നമ്മൾ ഓവനിലാണ് വയ്ക്കുന്നത്, ഒരുപാട് വെന്ത് പോവും. അപ്പോൾ അത് പാടില്ല. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ജീരകം, വലിയ ജീരകവും ചെറിയ ജീരകവും ഇട്ടിട്ടുണ്ട്. കൂടാതെ ഹോൾ മല്ലി, പിന്നെ ഡ്രൈ ലെമൺ, ഇതുപോലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കുക. കൂടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, ഇത്രയും ചേർക്കുക. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 3 കപ്പ് റൈസാണ്. അതിലേക്ക് ഒരു 4.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഓവന് വെക്കുന്നത് കൊണ്ടാണ് ഈ ഒരു മെഷർമെൻറ്റ്. ശേഷം അപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ ഓവനിലേക്ക് മാറ്റുവാണ്. അപ്പോൾ നമ്മൾ ഓവനിൽ വെക്കുന്ന സമയത്ത് റൈസിൻ്റെ ആ ഒരു ട്രേ നന്നായിട്ട് ഡബിൾ ലെയറിൽ ഫോയിൽ കൊണ്ട് കവർ ചെയ്യണം. ഇല്ലെങ്കിൽ അത് ചോറ് വേവില്ല.
200 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് ഞാനിപ്പോൾ ചിക്കനും ഇതുപോലെ അരിയും വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 1 ഹവറും 15 മിനിറ്റാണ്. കുക്ക് ചെയ്യുന്നത് നമ്മൾ 180 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് കിട്ടേണ്ടതെങ്കിൽ ചിക്കൻ ഫോയിൽ കൊണ്ട് കവർ ചെയ്യുക. അതല്ല ഹാർഡായിട്ടുള്ളതാണെങ്കിൽ എനിക്കതാണ് ഇഷ്ടം, അതുകൊണ്ട് തന്നെ ഞാനത് കവർ ചെയ്തിട്ടില്ല. ഒരു മണിക്കൂറായപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് നോക്കി. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ടെന്ന് തോന്നിയിട്ട് ഒരു 15 മിനിറ്റ് കൂടെ ഞാൻ ഓവനിൽ തന്നെ കുക്ക് ചെയ്തു. അപ്പോൾ ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. ചോറ് നമുക്ക് എങ്ങനെയായെന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റി കറക്റ്റായിട്ട് അത് നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് പണി കഴിയും. ചോറ് പ്രിപ്പയർ ചെയ്യാൻ വയ്ക്കുന്ന ട്രേയിൽ ഡബിൾ ലെയറായിട്ട് നമ്മൾ ഫോയിൽ പൊതിയുന്ന സമയത്ത് അതിലേക്ക് ഹോൾസ് ഇടാൻ മറക്കരുത്. അപ്പോൾ ഇനി ഇതിനെ ഞാൻ നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം ആ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാനൊരു ചെറിയ കഷ്ണം ചാർക്കോൾ കത്തിച്ച് ഇതുപോലെ ഓയിൽ ഒഴിച്ച് വെക്കുവാണ്. അപ്പോൾ അതിൽ ചെറിയൊരു ഹോളുണ്ട്, അത് ഗ്രാമ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് അടച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം, അല്ലെങ്കിൽ ആ പുക ഫുൾ അതൊഴുകി പുക പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു 10 മിനിറ്റോളം വെച്ച ശേഷം ചാർക്കോൾ ഞാൻ റിമൂവ് ചെയ്തു. പിന്നെ മന്തിയുടെ സൈഡ് ഡിഷും ഉണ്ടാക്കിയിട്ടുണ്ട്. വൈറ്റ് സോസും അതുപോലെ തന്നെ തക്കാളി കൊണ്ടുണ്ടാക്കുന്ന ആ ഒരു സൈഡ് ഡിഷ് കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ശേഷം ഞങ്ങൾ ചോറ് കഴിക്കാനായിട്ടിരുന്നു. ഇപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത ചോറും ചിക്കനും റെഡി ആയിട്ടുണ്ട്. എത്രയും കൂടുതൽ ടൈം നിങ്ങൾ മാരിനേഷന് ചിക്കൻ വെക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ജസ്റ്റ് കേക്കൊന്ന് കട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എന്തൊക്കെയോ ഐസിങ്ങിൽ ഞാൻ കാണിച്ച് വെച്ചിട്ടുണ്ട്. അറിയില്ല, പെർഫെക്റ്റായി ചെയ്യാനൊന്നും എനിക്കറിയില്ല. ശേഷം ജസ്റ്റ് കേക്കൊന്ന് കട്ട് ചെയ്തു. ഞങ്ങൾ ക്യാമറ ഏൽപ്പിച്ച ആൾ കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ കഴിക്കുന്നതായപ്പോഴേ ക്യാമറയൊക്കെ താഴെയിട്ട് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് മാത്രം കേക്ക് തന്നില്ല പറഞ്ഞിട്ട്. അങ്ങനെ അതിനുശേഷം പിന്നെ ഞാൻ അവളെ കൊണ്ട് മുറിപ്പിച്ചു. അത് കുട്ടികളുടെ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയി. ചെറിയൊരു പർച്ചേസിനായിട്ട് ജെരിയർ ബുക്ക് സ്റ്റോറിലേക്കാണ് ഞങ്ങൾ പോയി ജസ്റ്റ് ആ ഷോപ്പിംഗ് വീഡിയോസൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ വീഡിയോ ലെങ്തി ആയിപ്പോവും. സോ അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് പോയി പർച്ചേസ് കഴിഞ്ഞു തിരിച്ച് റൂമിലേക്ക് എത്തുകയാണ് ചെയ്തത്. അങ്ങനെ നീണ്ട 10 വർഷത്തെ ഞങ്ങളുടെ റിലേഷൻ വീണ്ടും അടുത്ത ഒരു വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു.